ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ മീനും ഇറച്ചിയും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ ഇതിനകത്ത് വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് ചില സമയത്തൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി, നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടി, എപ്പോഴും നല്ലൊരു ഫ്രഷ് സ്മെല്ല് നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി നമ്മൾ അധികം കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ 2 ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2 പീസ് ന്യൂസ് പേപ്പർ ഇതുപോലെ എടുക്കുക, എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റഫായിട്ടൊന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രീസറിൽ ഇത് നമുക്കിങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രീസറിൽ നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഫ്രീസറിലുണ്ടാകും. അപ്പം ആ ഒരു സ്മെല്ല് മുഴുവനും നമ്മുടെ ഈ ഒരു പേപ്പറിലേക്ക്, ന്യൂസ് പേപ്പറിലോട്ട് വലിച്ചെടുത്തോളും. അപ്പോൾ ആ ബാഡ് സ്മെല്ലൊന്നും നമ്മുടെ ഫ്രീസറിൽ ഉണ്ടാകത്തില്ല. അതുപോലെ നമുക്ക് താഴെ തട്ടിലൊക്കെ നമ്മൾ വെജിറ്റബിൾസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാറുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ ചുരുട്ടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ആ ബാഡ് സ്മെല്ലൊക്കെ ഈ ന്യൂസ് പേപ്പറിലോട്ട് അങ്ങ് വലിച്ചെടുത്തിട്ട് ഒരു വൃത്തികെട്ട സ്മെല്ലൊന്നും ഉണ്ടാവാതെ നല്ലൊരു സ്മെല്ല് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് നോക്കാം. ഞാൻ ഇതുപോലെ നമ്മൾ ജെല്ലി മിഠായി ഒക്കെ വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കുഞ്ഞു പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു ഡപ്പകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2ലേക്കും ഓരോ സ്പൂൺ കോഫി പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വാനില എസൻസിന്, എല്ലാവർക്കും അറിയായിരിക്കും. അതുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്താലും നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മുടെ ഈ വാനില എസൻസിൻ്റെയും അതുപോലെ കോഫി പൗഡറിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും ഫ്രിഡ്ജിൽ. ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ടിപ്പ് നോക്കാം. നമ്മളൊക്കെ ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് ഇതുപോലെ തൊലിയൊക്കെ വരുമ്പോൾ ബാലൻസ് എടുത്ത് നമ്മൾ ദൂരെ വലിച്ചെറിയാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മളത് ഇനി കളയണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഓറഞ്ച് തൊലി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ സൈഡിൽ 2-3 ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് കവർ തന്നെ വേണമെന്നില്ല, എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ, അതുകൊണ്ടാണ് എടുത്തത്. നെറ്റിൻ്റെയൊക്കെ കവറോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു കവറൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ടൈപ്പ്, അതൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊരു റബ്ബർ ബാൻഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തൊന്ന് ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഓറഞ്ചിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും. അപ്പം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഇതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.